ഹലോ ഗൈസ്, ഇന്നേക്ക് ബേബി വന്നിട്ട് 9 ദിവസമായി. അനുവേ, എങ്ങനെയുണ്ട് ഈ 9 ദിവസം ബേബി വന്നിട്ട് നമ്മുടെ ഒരു ചേഞ്ച്? നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നിനക്ക്? 9 ദിവസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഓക്കെ ഇന്ന് നാളെ ശരിയാകും അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ടെന്ന്. പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് ഞങ്ങളിങ്ങനെ പ്രോ ആകാനുള്ള ശ്രമമാണ്. പ്രോ ആയിട്ടില്ല, ഇങ്ങനെ ആകാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റിൽ നമ്മുടെ നേരത്തെ റൊട്ടീൻ ഉണ്ടല്ലോ, ആ റൊട്ടീനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ അതൊക്കെ എവിടേക്കോ നിന്ന്. അതെ, ഞങ്ങൾ സത്യം പറഞ്ഞ ഞങ്ങൾ ഫുൾ ടൈം മൊബൈലിൽ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം നമ്മൾ ഫുൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, നമ്മൾ ഓരോ കാര്യങ്ങളും എഡിറ്റിങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം എൻഗേജ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ലൈക്ക് ബേബി വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് ബേബിന്റെ സമയം ഉണ്ട്, പക്ഷേ സമയം ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ എണീക്കുന്ന സമയം വേറെയാണ്, നമ്മൾ കിടക്കുന്ന സമയം രാത്രി 1 മണി 1:30 ആവുമ്പോഴേ കിടക്കുള്ളത്. പക്ഷെ നമ്മൾ എണീക്കുന്ന സമയം വേറെയാണ്. പിന്നെ രാത്രിയിലെ ബേബിയുടെ ഉറക്കം എനിക്ക് എന്റെ ഉറക്കത്തിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഞാൻ ഉറങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഉറക്കക്ഷീണം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ഉറക്കക്ഷീണം ഉണ്ട്. എനിക്കറിയില്ല ഞാൻ ഉറങ്ങുന്നുണ്ടോ ഇനി ഉറങ്ങുന്നില്ലേ, എനിക്ക് അതായിട്ട് എനിക്ക് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ നമ്മൾ നമ്മുടെ റൊട്ടീനിലേക്ക് ആയിട്ടില്ല. പിന്നെ അത് സമയമെടുക്കും. അത് നമ്മളിപ്പോ ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ റൊട്ടീനിലേക്ക് വരിക എന്ന് പറയുന്നത് അത് പാടാണ്. പിന്നെ എല്ലാം കൊള്ളാം, നല്ല എൻജോയബിൾ ആണ്. അതെ, നമ്മളാണെങ്കിൽ ആശുപത്രിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്ത്, കാരണം നമുക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു. ബേബിന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാര്യം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആകെ എടുത്തത് നമ്മൾ 5ാമത്തെ ദിവസം നമ്മൾ ഒരു അപ്പോയിൻമെന്റ് പോയായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയോ എന്ന് എനിക്കറിയില്ല, അത് ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിപ്പം 9th ഡേയിൽ വന്നിരിക്കുകയാണ്. 7ാമത്തെ ഡേ ആയിരുന്നു. അല്ല, 5 നമ്മൾ ആദ്യം എടുത്തത്. അപ്പം ഇന്നപ്പം 9ാമത്തെ ദിവസം നമ്മള് എന്താ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മളിപ്പോ ഏത് ഡേ ആണ് ഇന്നെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും ഒരു അങ്ങനത്തെ ഒരു സംഭവം ജോലിക്കും പോകുന്നില്ല. അത് കാരണം അതെ, നോർമലി നമ്മൾ ജോലിക്കും പോലെ ഇപ്പൊ ഞങ്ങൾ ഓഫും കൂടെ എടുത്തേക്കണം. ഫുൾ ടൈം ബേബിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പുറകെ ഇരിക്കുന്നു. ലൈക്ക് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാരണം നമ്മളൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാല്. പിന്നെ മെയിൻ സംഭവം എന്താ പറഞ്ഞാൽ എന്താ പറയണ, അപ്പൊ അതിനിടയ്ക്ക് വീഡിയോ പരിപാടിയൊന്നും നടന്നിട്ടില്ല. നമ്മൾ ഫുൾ ഇങ്ങനെ ഓട്ടം. പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു വ്ലോഗ് പോലെ ആയിരിക്കും കാണുന്നത് അല്ലേ? പലതിനും വാലുണ്ടാവും, തലയുണ്ടാവില്ലായിരിക്കാം. അതെ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കണം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണ് അനുഭവം? അപ്പം നമ്മള് അന്ന് ഡേ 5-ലായിരുന്നോ നമ്മള് പോയത്. ഡേ 5 പോയി. പിന്നെ ഡേ 5 പോയപ്പോഴേക്കും നമ്മൾ വെയിറ്റ് ലോസിന്റെ കാര്യം പറഞ്ഞു. വെയിറ്റ് ലോസ് അല്ലല്ലോ, കൊച്ചിന് വെയിറ്റ് ഇച്ചിരി കുറഞ്ഞു പോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞു പോയെന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ഡേ 7 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവർ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു. വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങളോട് കുറച്ച് മാറ്റങ്ങളൊക്കെ, അതായത് നമ്മൾ ഫീഡ് ചെയ്യുന്ന പരിപാടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ അവർ പറഞ്ഞു. എന്നിട്ട് ഡേ 9 ആകുമ്പോൾ ഒന്നും കൂടി വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞായിരുന്നു. കൂട്ടത്തില് എന്റെ കാര്യം 7 പോയായിരുന്നല്ലോ. ആ 7 പോയാലും ഞാൻ പറഞ്ഞു. 5 പോയപ്പോഴല്ലേ എല്ലാം കണ്ടുപിടിച്ചത്. അങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ കൂട്ടത്തിൽ എൻ്റെ BP-യുടെ കാര്യവും സെയിം തന്നെ. അന്ന് ഡേ 5 പോയപ്പോഴേക്കും വന്ന് നമ്മളെ ഡിസ്ചാർജ് ആക്കിയായിരുന്നല്ലോ രാത്രി. അതിനുശേഷം ഡേ 7 ആയപ്പോഴേക്കും പിന്നെയും എൻ്റെ ചെക്ക് ചെയ്തായിരുന്നു. എനിക്ക് നോർമലൊക്കെ തന്നെ ആയിരുന്നു, ഒരു 120 സംതിങ് ഓളം ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഡേ 9 ഒന്നും കൂടി ബേബിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ വെയിറ്റും കൂടി ചെക്ക് ചെയ്യുക. വെയിറ്റ് അല്ലല്ലോ, എൻ്റെ എല്ലാം കിളിയൊക്കെ ഏതോ വഴിയിലാണ്, എൻ്റെ BP കൂടി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള, നമ്മൾ ആശുപത്രിയിലല്ല പോകുന്നത് ഇതിനെല്ലാം, നമ്മൾ കമ്മ്യൂണിറ്റി സെന്ററിലാണ് ഇതിനെല്ലാം വേണ്ടിയിട്ട് മിഡ് വൈഫിന്റെ അടുത്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഡേ 7 നമ്മൾ പോയപ്പോഴേക്കും നമ്മൾ കണ്ട മിഡ് വൈഫ് ആണെങ്കിലും ആ മിഡ് വൈഫ് നമുക്ക് കുറേ സംഭവങ്ങൾ പറഞ്ഞു. നമ്മൾക്ക് അറിയത്തുമില്ല, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും എങ്ങനെയാണ് ഓരോരോ കൊച്ചു വന്ന് സക്ക് ചെയ്തിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും അതിന് എക്സ്പ്ലനേഷനുകളും എല്ലാം പറഞ്ഞു തന്നപ്പോഴേക്കും നമ്മൾ ഇതൊക്കെ തന്നെയാണല്ലോ ഈ ബേബി ചെയ്യുന്നത്. അവർ പറഞ്ഞതനുസരിച്ച് ബേബിയാണ് ശരിക്കും നിങ്ങളുടെ, എന്താ അവർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ബേബിയാണ് നിങ്ങളുടെ ബോസ്. ബേബിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ശരിയാണല്ലോ, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വേണം എൻ്റെ ഇതിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ അങ്ങനെയൊക്കെ. പക്ഷെ ബേബിക്ക് എല്ലാം അറിയാം, എല്ലാം സെറ്റിൽ സാധനം. മീൻസ് അവർക്കറിയാം എങ്ങനെ സക്ക് ചെയ്യണം, എങ്ങനത്തെ ഏത് സമയത്താണ് കൂടുതൽ ഫാറ്റി മിൽക്ക് വരുന്നത്, അവസാനം എങ്ങനെയാണ് അതിൽ നിന്ന് തനിയെ ഡീലാച്ച് ആവാൻ എല്ലാം അവർക്ക് തനിയെ അറിയാം. അവരത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്.
പിന്നെ അവർ പറഞ്ഞു തന്ന ടെക്നിക്ക് ഞങ്ങളും പരീക്ഷിച്ച് നോക്കി. ഞങ്ങളോട് പറഞ്ഞു നമ്മൾ കോട്ടി കിടത്തുമ്പോഴേക്കും രാത്രി ഒന്നും ഉറങ്ങുന്നില്ലായിരുന്നു. ഇത് ഒരു ദിവസം ഉറങ്ങും, പക്ഷെ പിറ്റേ ദിവസം ഉറങ്ങിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കുമാണ് അവർ മിഡ്വൈഫ് പറഞ്ഞത്, നമുക്ക് ചെറിയ ഈ സംഭവം പോലത്തെ ഈ ബാസിനറ്റിന്റെ ഈ സാധനം നമ്മുടെ കോട്ടിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു ക്ലോസ്ഡ് സർഫസ്, ചെറിയൊരു കിട്ടും. അപ്പോൾ അവർക്ക് വലിയൊരു സംഭവത്തിൽ, വലിയൊരു കോട്ടിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് ഫീൽ വരാതെ ചെറിയൊരു സംഭവത്തിലാണ് കിടക്കുന്നത് എന്നൊരു ഫീൽ വരും എന്ന് പറഞ്ഞു. ഇതെടുത്ത് കോട്ടിൻ്റെ അകത്ത് വെക്കാൻ പറഞ്ഞു. ശരിക്കും ഇത് തന്നെ എടുത്ത് അവിടെ വെക്കാം, പക്ഷെ നമ്മൾക്ക് കോട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് വെക്കും. അതിനുശേഷമുള്ള ആ രാത്രിയാണെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങിയായിരുന്നു. ഞങ്ങളാണെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങി. അങ്ങനെയൊക്കെ പോയി. പിന്നെ അവർ കുറെ അങ്ങനെ അഡ്വൈസ് ഒക്കെ ഞങ്ങൾക്ക് തന്നായിരുന്നു. അതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയി. ഈ ഒരു കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങള് നൈറ്റ് തുള്ളി ഉറങ്ങിയിട്ടില്ല. ബേബി ഭയങ്കര കരച്ചിലും ബഹളവും. ഞങ്ങൾക്ക് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ ഒരുപാട് സമയം എടുത്തല്ലേ നമ്മളൊന്ന് ക്രാക്ക് ചെയ്ത് വരാൻ. ഫീഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും കൊച്ചു കരഞ്ഞോണ്ടിരിക്കുന്നു. നമുക്ക് എന്താ ചെയ്യണം, ആകെ കൺഫ്യൂസ്ഡ്. പക്ഷെ ഇവര് പറഞ്ഞ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഓക്കെ എന്തെങ്കിലുമൊക്കെ ആയി. പിന്നെ ഇവർ പറഞ്ഞു നൈറ്റിൽ നമ്മൾ ഒരിക്കലും ബ്രസ്റ്റ് ഫീഡിങ് നിർത്തരുത്. കാരണം നൈറ്റിൽ കൊച്ചിന് ആ കിട്ടുന്ന ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് സെറോട്ടോണിൻ ഉണ്ടാവും. ആ സെറോട്ടോണിൻ കഴിക്കുമ്പോഴാണ് പിറ്റേ ദിവസം കൊച്ചിന് ഉറങ്ങാനുള്ള സെറോട്ടോണിൻ ഉറക്കത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കൊച്ചിന്. അപ്പം പിറ്റേ ദിവസം കൊച്ചിന് ഉറങ്ങാനുള്ള ആ സംഭവം അതിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു. നമ്മളങ്ങനെ നൈറ്റിൽ അങ്ങനെ എണീറ്റ് അങ്ങനെ പോകാറില്ല. ഇവിടെ പറയുന്ന 3 hours ആണല്ലോ. ആ സംഭവത്തിന് നമ്മൾ അലാറം വെച്ച് എണീക്കുന്നു, ഫീഡ് ചെയ്യുന്നു, അവള് സെറ്റിൽ ആവുന്നു, അവൾ ഉറങ്ങുന്നു. അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ ഹാർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡൊന്നുമല്ല. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടെ ചെറിയൊരു സഫറിംഗ് ഉണ്ട്. പക്ഷെ സഫറിംഗ് എന്ന് പറഞ്ഞാൽ അത് അത്ര ഹാർഡായിട്ടൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റിൽ ഹോർമോൺ ഇങ്ങനെ ഇപ്പോഴും എവിടെയൊക്കെയോ താഴ്ത്തി കിടക്കുക. അനുമോക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെയാണ്. അത് ഞങ്ങൾ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. അല്ല അനുമോ, അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം. അനുവിന്റെ നിന്റെ ഇമോഷൻ എങ്ങനെ നീ പറയണം. അപ്പൊ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അല്ല മീൻസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇമോഷണൽ മീൻസ് എന്റെ ഹോർമോൺ ഇങ്ങനെ അപ്പുറം എവിടെയൊക്കെ കിടക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ എനിക്ക് ഈ കൊച്ചു കരഞ്ഞാൽ പോലും എന്നെ അത് സ്ട്രെസ് ഔട്ട് ആകുന്നത്. ഇനി BP-യുടെ ഇഷ്യൂ ആണോ എനിക്ക് അറിയില്ല. അത് ഇനി BP ചിലപ്പോൾ കൂടി നിൽക്കുന്നത് കൊണ്ടാവാം പെട്ടെന്ന് ഞാൻ സ്ട്രെസ് ഔട്ട് ആകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ ഒരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ക്രാക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ബെറ്റർ ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിഷൻ. എൻ്റെ ഒരു അല്ലേ ഇതിലൂടെ നിനക്കെന്താ നീ എന്താ പുച്ഛിച്ചിരിക്കുന്നത്? പിന്നെ ഡേ ബൈ ഡേ ബെറ്റർ ആവുന്നുണ്ട്. നീ പിന്നെ എന്താ ഫേസ് അങ്ങനെ വെച്ചത്? അല്ല ഡേ ബൈ ഡേ അത് ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിലും പഴയ വേദന ഒന്നും ഇല്ല. എനിക്ക് ഇപ്പൊ Day 9 ആയല്ലോ, അതിൻ്റെതായ വേദന കുറവുണ്ട്. പിന്നെ അവരന്ന് ഡ്രസ്സിങ് എടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ഫ്രീ ആയി. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ. വേദന അങ്ങനെ ഇല്ല. വേദന ഇല്ലാന്നല്ല, വേദനയുണ്ട്, നന്നായിട്ട് വേദനയുണ്ട്. പക്ഷെ ബെറ്റർ ആണ് ഡേ ബൈ ഡേ. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ രസമാണ്, ഞങ്ങള് എൻജോയ് ചെയ്യുന്നു. കുറേ പഠിക്കുന്നുണ്ട് നമ്മൾ ഈ സംഭവത്തിൽ കൂടെ തന്നെ. കുറേ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നമ്മള് മീൻസ് ആശുപത്രിയിലാണെങ്കിൽ പോലും അന്ന് നമ്മൾ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ C-section കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് നൈറ്റ് നമ്മുടെ കൂടെ ആളുണ്ടാകും. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കുറേ ഉണ്ട്. നമുക്ക് നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ടാവും എന്താണേലും. പക്ഷെ ആശുപത്രിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. പക്ഷെ ഇവിടെ ആശുപത്രിയിൽ നമുക്ക് നൈറ്റിൽ ആളെ കൂടെ നിർത്തില്ല, ഒരാളെ നമ്മുടെ കൂടെ നിർത്തിയില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അന്ന് നൈറ്റിനുണ്ടാവുക. അപ്പം നമ്മൾ കൊച്ചു കരയുവാണെന്നുണ്ടെങ്കിൽ C-section ചെയ്തതാണെന്നും പറഞ്ഞ് നമുക്ക് വയ്യ കിടക്കാൻ പറ്റില്ല. നമ്മുടെ കൊച്ച കരയുന്നത് നമ്മൾ തന്നെ വേണം എടുക്കാൻ, നമ്മൾ വേണം പാല് കൊടുക്കാൻ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അനുവിനെ നിന്നെ ഒരു എന്താ പറയുക, ഞാൻ നോക്കി കണ്ടപ്പോഴേ എനിക്ക് ഫീൽ ആയത് നീ കുറച്ചും കൂടെ ഒന്ന് അപ്ഡേഷൻ വന്ന ഫീൽ. ലൈക്ക് അത് സത്യമാണ്. കാരണം ഞാൻ നീ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു നല്ല ബെറ്റർ ആയിട്ട്. C-section എന്നല്ല, ഈ ഡെലിവറിക്ക് വേണ്ടി പോകുന്നതിന് മുന്നേ വരെയുള്ള എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയത്തില്ല. എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും അറിയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല. ബ്രസ്റ്റ് ഫീഡ് പോലും എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. എങ്ങനെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നത് ഒരു ഐഡിയയും എനിക്കില്ല. നമുക്ക് ഐഡിയ ഉണ്ടെങ്കിലും എനിക്ക് അറിയില്ല കൊച്ചിനെ ഹോൾഡ് ചെയ്യുന്ന എങ്ങനെ, ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ C-section കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നമുക്ക് ഹെൽപ്പിന് അവിടെ ഉണ്ട്, സ്റ്റാഫ് എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും റിങ് ചെയ്ത് ഇവരോട് ഇങ്ങനെ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലല്ലോ, എപ്പോഴും അല്ല കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ എഫേർട്ട് ഇടാൻ തുടങ്ങും. അപ്പോഴേക്കും പിന്നെ അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ വേണം ഫീഡ് ചെയ്യണം. അപ്പം നമ്മൾ അവരുടെ മുന്നിൽ
മുന്നിൽ വെച്ച് നമ്മൾ ഫീഡ് ചെയ്യും, എടുക്കാൻ പഠിക്കും. ഞാൻ അവിടെ വെച്ച് തന്നെ മീൻസ് ബെഡിൽ തന്നെ കിടത്തി ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ, അങ്ങനെ ക്ലീൻ ചെയ്യാൻ, ബർപ്പ് ചെയ്യാൻ, അതൊക്കെ തന്നെയായിരുന്നു അവിടെ എന്റെ ക്ലാസ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ നൈറ്റ് തൊട്ട് എനിക്ക് കിട്ടിയ ക്ലാസ് എന്ന് പറയുന്നത് അതായിരുന്നു. അത് ചെയ്യുക, അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് നെഞ്ചത്ത് വെക്കുക, ഇത് തന്നെയായിരുന്നു എന്റെ മെയിൻ പരിപാടി. അപ്പൊ ഞങ്ങളിത് ഇപ്പം മിഡ് വൈഫിന്റെ അടുത്ത് പോകുമ്പോഴാണ് ബേബിന്റെ വെയിറ്റും അനുവിന്റെ ബിപിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പോയാൽ ആ സമയം പോകുന്നു. നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബേബി രാവിലെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഇവിടെ കാർ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. നല്ല ഉറക്കമാർക്കെല്ലാം കണ്ടു. ഇതെല്ലാം ഇവിടെ ഈ നഖം വെച്ച് മാന്തി പൊട്ടിച്ച് നമ്മൾ തിരിച്ചു വന്നിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ നഖം വെട്ടലായിരിക്കും. അതെല്ലാം ചെയ്യണം. അപ്പൊ സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. രാവിലെ എണീറ്റ് കുളിപ്പിക്കുക എന്നൊക്കെ എന്റെ ഡ്യൂട്ടിയാണ് ഇപ്പൊ, അല്ലേ മോൾ? അപ്പൊ നമുക്ക് പോയാലോ? ഹായ്, എല്ലാരും വരൂ. മിഡ് വൈഫ് എവിടെ? മിഡ് വൈഫേ വാ, ഞാൻ എത്തി. ഹലോ എല്ലാവർക്കും ഹായ് പറഞ്ഞേക്കും ഞൂണി. ഹായ് ഹായ്. അപ്പൻ എങ്ങോ പോയി. അപ്പനവിടെ പോയി കുഞ്ഞുണി? അങ്ങനെ നമ്മള് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോയിന്റ്മെന്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളവിടെ ചെന്നു, നമ്മൾ BP നോക്കി. BPയും ഒരുമാതിരി കുഴപ്പമില്ലാതെ വന്നു. പിന്നെ ബേബിയുടെ വെയിറ്റും നോക്കി. ബേബിയുടെ വെയിറ്റ് ഇപ്പൊ 2.9 സംതിങ്. നേരത്തെ നമ്മൾ Day 7 നോക്കിയതിനേക്കാളും കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവര് നോക്കുന്നത് എത്ര 20 gram എന്നായിരുന്നു അവർ പറഞ്ഞത്. 20 gram ഡേ ഇൻക്രീസ് എന്ന രീതിയിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പം നമുക്ക് അത്രയ്ക്ക് കൂടിയിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആശുപത്രിയിലാണ് അത്. അപ്പം നമ്മൾക്ക് ഇനി 2 ദിവസം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച അടുത്ത ഇനിയും പോകണം. ഇപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ, ഡിസ്ചാർജിന് ശേഷം 2 ദിവസം കൂടുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് യാത്രകളാണ്. പിന്നെ എൻ്റെ BPക്കായിട്ടും BPയും 2 ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ അടുത്ത് ചെന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം നമ്മളെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെലിവറി സി സെക്ഷന് ശേഷം എങ്ങനെയാണ് നമ്മൾ 2 പേര് മാത്രമായി പേരൻസിനെ കൊണ്ടുവരാതെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതെന്ന് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഈ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ വരും വീഡിയോസിൽ എന്താണെങ്കിലും ഇതിനെ പറ്റിയൊക്കെ പറയുമായിരിക്കും അല്ലേ? പറയുമായിരിക്കും. എന്നിട്ട് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വൈസ് ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ബേബിന്റെ കൈ നഖം വെട്ടണം. അത് വലിയൊരു ഒരു പരിപാടി ആയിരിക്കും. ബേബി കൊച്ചി കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നടത്താം അല്ലേ? അപ്പം കൂടുതൽ നമ്മൾ ഇന്ന് പോയപ്പോഴും സെയിം മിഡ് വൈഫ് ആയിരുന്നു. അവരോട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു. അവർ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നും പറഞ്ഞു തന്നു. കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓൾ സെറ്റ് ആണ്. നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അല്ല, അവര് പറഞ്ഞു ബേബി നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട്, ബേബി ഹെൽത്തി ആണ്. ബേബിയുടെ ഈ വെയിറ്റിന്റെ ഒരു ഇത് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷെ അത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ ബേബി ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹാപ്പി ബേബി എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു ഞങ്ങളെ. പിന്നെ അവളുടെ കൈവെട്ടുന്ന കാര്യം അവര് പറഞ്ഞു. കൈവെട്ടുന്നതല്ല, ദാഹം വെട്ടുന്നതിന്റെ ദാഹം വെട്ടുന്ന കാര്യം പറഞ്ഞു. കൊച്ചിനെ നന്നായിട്ട് ഉറക്കി അവളെ നെഞ്ചത്ത് കിടത്തി ട്രിം ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ അത് കടിച്ചു കളയാവുന്ന അത്ര കട്ടി കുറഞ്ഞ സാധനമാണ് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ ബിറ്റ്സ് അവർ നല്ല രീതിയിൽ സംസാരിക്കും. നമ്മൾ നേരത്തെ കണ്ട മിഡ് വൈഫുകളിൽ നിന്നെല്ലാം നമ്മുടെ മറ്റേണ്ടി മിഡ് വൈഫിന്റെ കാര്യമല്ല. സാം നല്ലതായിരുന്നു, സാമിനെ പോലെ അല്ല. പക്ഷെ ഇത് എൻ്റയർലി നല്ലൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മിഡ് വൈഫ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ അടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ലവ് ടു ഡു ആൻഡ് ദാറ്റ് വിൽ ബി ദ ഡേ. ബൈ.